ഓഗസ്റ്റ് 4-ന് ഫുക്കറ്റ് ഡൽഹി യാത്രക്കിടെ എയർ ഇന്ത്യ വിമാനം 300 അടിയോളം താഴേക്ക് പതിച്ച സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എയർ ഇന്ത്യ വിമാനത്തിന്റെ പ്രധാന പൈലറ്റ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി രണ്ടാമത്തെ ഡോപ്പ് ടെസ്റ്റിലും കണ്ടെത്തി. വിമാനത്തിന് സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലും പരിശോധന തുടരുകയാണ്. മനു ഭരത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. മനു, ഇതിപ്പോൾ നിരവധി പേർക്ക് പരിക്കുൾപ്പെടെ പറ്റിയ വലിയൊരു അപകടമായിരുന്നു. അത് ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. പക്ഷേ ഈ സംഭവത്തിന് പിന്നാലെ, ഈ അപകടത്തിന് പിന്നാലെയാണ് ചില സംശയങ്ങൾ ഉയർന്നത്. ഈ പ്രധാന പൈലറ്റിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും ശൈലിയിലുമൊക്കെ. അതോടുകൂടി പരിശോധന നടത്തുന്നു. ആദ്യ പരിശോധനയിൽ തന്നെ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പരിശോധനയിലും ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പുറത്തു വരികയാണ്. ഇത് ഏത് രീതിയിലുള്ള, സ്വാഭാവികമായിട്ട് ഇയാൾക്കെതിരെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരു നടപടി ഉണ്ടാകേണ്ടതല്ലേ? എന്താണ് ഈ പരിശോധനയിൽ പുറത്തു വരുന്ന വിവരങ്ങൾ? ടോം, എല്ലാവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള പരിശോധനാ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യം തന്നെ ഈ പൈലറ്റ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സംശയം ഉണ്ടായിരുന്നു. ചില യാത്രക്കാർ തന്നെ അയാളുടെ കണ്ണുകളൊക്കെ ചുവന്നതായും അതുപോലെ നിയന്ത്രണമില്ലാത്ത രീതിയിലാണെന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. ടോം സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ അത് ലഹരിയുടെ ഒരു ഉപയോഗം കണ്ടു. മരിജ്വാന ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ആണ് വീണ്ടും കൂടുതൽ ഒരു വിശദമായ, കൂടുതൽ ആധികാരികമായ ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അവിടെയാണ് ഈ പൈലറ്റ് ഇൻ കമാൻഡ് നല്ല തോതിൽ മരിജ്വാന അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്ക് അറിയാം ടോം, സ്വാഭാവികമായി നമ്മൾ വിമാനയാത്ര നടത്തുമ്പോഴൊക്കെ അവർ നമ്മളോട് പറയുന്ന ആ ഒരു സുരക്ഷാ മാനദണ്ഡം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫോൺ പോലും വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ ലാൻഡ് ചെയ്യുമ്പോഴോ നമ്മളെ ഉപയോഗിക്കാൻ അനുവദിക്കാറില്ല. വിമാനത്തിൽ അനാവശ്യമായി എഴുന്നേറ്റ് നടക്കുന്ന സമയങ്ങളിൽ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഒക്കെ മുന്നോടിയായി അത് തടസ്സപ്പെടുത്തുന്ന ഒക്കെ ക്യാബിൻ ക്രൂ നമ്മളോട് പറയും. അപ്പോൾ അത്രയും ജാഗ്രതയോടെ പോവുക. വിമാനത്താവളത്തിനകത്തേക്ക് കടക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒക്കെ ഉള്ളൊരു നിയന്ത്രണം നമ്മൾ ഇവിടെയാണ് അതീവ ഉയർന്ന തോതിൽ ലഹരി പദാർത്ഥം അല്ലെങ്കിൽ കഞ്ചാവൊക്കെ ഉപയോഗിച്ച് ഒരു പൈലറ്റ് ഇൻ കമാൻഡ് വിമാനം പറക്കാൻ എത്തുന്നു. അതും തായ്ലാൻഡിൽ നിന്ന് ഡൽഹിയിലേക്ക്, ഇന്ത്യയിലേക്ക് വരുന്നൊരു വിമാനം, ഒരു അന്താരാഷ്ട്ര സർവീസ് നടത്തുന്ന വിമാനം ഫൂക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് അത് എടുക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചില യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ആകെ അമ്പരപ്പിക്കുന്നത്. 2-3 മിനിറ്റ് വിമാനം ഫ്ലിപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഈ വിമാനത്തിനകത്ത് 137 യാത്രക്കാരുണ്ടായിരുന്നു. അതിൽ 3 കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഇൻഫൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു വിമാനമാണ് ഇത്ര അലക്ഷ്യമായി ഓടിച്ചത് എന്നതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇപ്പോൾ 137 യാത്രക്കാർ, 8 ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെയുള്ളൊരു വിമാനമാണ് ഇങ്ങനെ ഒരു അപകട സാഹചര്യത്തിലേക്ക് വന്നത്. പിന്നീട് ഈ വിമാനം ഇറങ്ങിയതിന് ശേഷമാണ് പൈലറ്റിനെ പരിശോധനയ്ക്ക് വിധേയം ആക്കിയത്. ഏതായാലും എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായോ എന്നൊക്കെയുള്ള സംശയങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. ഈ ഓട്ടോ പൈലറ്റിംഗ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഓഫായതാണോ, അതുപോലെ ഈ ഇലക്ട്രോണിക് സെൻട്രലൈസേഷൻ എയർക്രാഫ്റ്റ് മോണിറ്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവർ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക് ആകെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒരു വിഷയം, ഇത് പൈലറ്റ് ഇൻ കമാൻഡ് ഈ തരത്തിൽ ഒരു ലഹരി പദാർത്ഥം വലിയ തോതിൽ ഉപയോഗിച്ചാണ് വിമാനം പറത്താനായി വന്നത് എന്നതാണ്. അത് ഇങ്ങനെ ഒരു ഇത്രയും മനുഷ്യരുടെ ജീവൻ ഇത്രയും ലാഘവത്തോടെ എയർ ഇന്ത്യക്ക് എങ്ങനെ കാണാൻ കഴിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. കേട്ടോ, യെസ്, എന്തായാലും അങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് 2 പരിശോധനാ ഫലങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ഇയാൾക്കെതിരെ ഏത് രീതിയിലുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക? അതിനപ്പുറം മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സാങ്കേതിക തകരാറാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചതെന്ന് വ്യക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇയാൾക്കെതിരെ ഉള്ള നടപടി കുറയുമോ? അതല്ലെങ്കിൽ ഇതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ലല്ലോ, പ്രത്യേകിച്ച് ഒരു പൈലറ്റിൻ്റെ ഭാഗത്ത് നിന്ന്. നമുക്കറിയാം, സാധാരണ ഒരു ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ പോലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അത് വലിയ നിരവധി പേരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇവർ ഈ വാഹനം ഓടിക്കുന്നത്, ഇതുപോലെ വിമാനം പറത്തുന്നത്.
പക്ഷേ ഇതതിന് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുമോ? ഒരു ശക്തമായ നടപടി, നിയമ നടപടി അടക്കം ഇയാൾക്കെതിരെ സ്വീകരിക്കേണ്ടതല്ലേ മനു? ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ DGCA ഇതിന് ഒരു മറുപടിയായി നൽകുന്നത്, ആ സംഭവം നടന്ന ഉടനെ തന്നെ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ക്രൂ അംഗങ്ങളെ 8 പേരെയും തൽക്കാലം അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇത് ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തി അതിലൊരു അന്തിമ കൺക്ലൂഷനിൽ എത്തിയതിന് ശേഷമായിരിക്കും DGCA ഇതിൽ ഒരു നടപടിയിലേക്ക് നീങ്ങുക. കാരണം നടപടി സ്വീകരിക്കേണ്ടത് പ്രധാനമായും DGCA ആണ്. അതിൽ പക്ഷേ ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നിർദ്ദേശങ്ങൾ കൂടി സമാഹരിച്ചതിന് ശേഷമായിരിക്കും DGCA ഒരു നടപടി സ്വീകരിക്കുക. മാത്രമല്ല ഇത്തരം പൈലറ്റുകൾ വിമാനത്തിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് മുൻപേ തന്നെ അവരെ ഒരു പരിശോധനയ്ക്ക് സാധാരണ ഇറങ്ങിയതിന് ശേഷം വിധേയമാക്കാറുണ്ട്. ഇതും അതുപോലെ ചെയ്യേണ്ടതിനെ സംബന്ധിച്ചൊക്കെ മാർഗനിർദ്ദേശങ്ങൾ വരുമെന്നാണ് കണക്കാക്കേണ്ടത്. കാരണം ഇവിടെ 137 യാത്രക്കാരിൽ സ്ത്രീകളുണ്ടായിരുന്നു, 3-4 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൽ 20 യാത്രക്കാർക്ക് പരിക്കേറ്റു. കാരണം വിമാനം അന്തരീക്ഷത്തിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് പലരുടെ കഴുത്തും ഒക്കെ പലരുടെ സ്ഥലത്ത് നിന്ന് ഇടിക്കുന്നതൊക്കെ സാഹചര്യം ഉണ്ടായി. കുട്ടികൾക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചു. ക്രൂവിൽ ഉണ്ടായിരുന്ന 2 പേരുടെ നട്ടെല്ലുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഗ്യം കൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്ന്. കാരണം വിമാനം ഇതുപോലെ ചെറിയ തെറ്റുകൾ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത്, വലിയൊരു SOP ഒരു പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടായതിനു ശേഷവും ഈ വിമാനം എങ്ങനെ തിരിച്ചിറക്കും എന്നതിനെക്കുറിച്ചൊക്കെ ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി. ലക്നൌവിൽ പെട്ടെന്ന് ഇറക്കാൻ കഴിയുമോ എന്ന് അവർ ആലോചിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ ഇത്രയും പേർക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ സൗകര്യത്തിനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നൊരു ആശയക്കുഴപ്പം വരുന്നു. അങ്ങനെയാണ് ഡൽഹിയിലേക്ക് തന്നെ വിമാനം വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ നിലയ്ക്കുള്ളൊരു വലിയ ആശങ്കയാണ് പരത്തുന്നത്. പ്രത്യേകിച്ച് കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉള്ളൊരു വിമാനം ഇങ്ങനെ നിയന്ത്രണം വിട്ട് 300 അടി ഓൾട്ടിറ്റ്യൂഡ് അതിന് ലോസ് ഉണ്ടാകുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ കുഴപ്പമാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരുപക്ഷെ പൈലറ്റിൻ്റെ കുഴപ്പം കൊണ്ടാകാം. സാങ്കേതിക തകരാർ ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. ഓട്ടോ പൈലറ്റിംഗ് സംവിധാനം ഓട്ടോമാറ്റിക്കലി ഓഫായോ എന്നറിയില്ല. പക്ഷേ എങ്ങനെ വന്നാലും ഇതിന് പൈലറ്റിന് ഇതിൽ നിന്നിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത സാഹചര്യമാണ് കേട്ടോ. വ്യക്തമാണ്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഓഗസ്റ്റ് 4 യാത്രക്കിടെ എയർ ഇന്ത്യ വിമാനം 300 അടിയോളം താഴേക്ക് പതിച്ച സംഭവത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. എയർ ഇന്ത്യ വിമാനത്തിൻ്റെ പ്രധാന പൈലറ്റ് ലഹരിമരുന്ന് ഉപയോഗിച്ചതായി 2ാമത്തെ ഡോപ്പ് ടെസ്റ്റിലും കണ്ടെത്തിയിരിക്കുന്നു. തിരികെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.